നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരുവാനിടവരുമെങ്കിലും ഒരുപക്ഷെ അഹോരാത്രം പ്രവർത്തനം എന്നിവ വേണ്ടിവരുവാനിടയുണ്ട്. പല അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. പകർച്ചവ്യാധി പിടിപെടുന്നതിനാൽ ചില ദിവസങ്ങളിലൊക്കെ അവധിയെടുക്കേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി കഴിവിനും പരിമിതിക്കും അനുസരിച്ച് സ്വന്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള അവസരം മനസമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വാഹനോപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. വേണ്ടപ്പെട്ടവർ വിരോധികളായി തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. പകർച്ചവ്യാധി പിടിപെടും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ നീക്കിയിരുപ്പ് കുറയുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് പണം മുതൽ മുടക്കുവാനായിട്ട് വേണ്ടപ്പെട്ടവരെ കാണുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിചാരിച്ച പോലെ നേട്ടം കുറയും. വിദേശ ഭാഗ്യത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെങ്കിലും വിചാരിച്ച പോലെ ശമ്പളമില്ലാത്തതിനാൽ ഉപേക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശുഭഭാവനകൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ഒരുപക്ഷെ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥന്റെയും കീഴ് ജീവനക്കാരുടെയും ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വ്യാപാരം, വ്യവസായം എന്നീ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുവാനായിട്ട് പണം കടം വാങ്ങേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. കുടുംബജീവിതത്തിൽ അനൈക്യതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അഥവാ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിടയുണ്ട്. അമിതമായുള്ള ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനും സാധ്യത കാണുന്നു. അത്തം നക്ഷത്രക്കാരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.